ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എൻ്റെ US ട്രിപ്പിൻ്റെ 7ാമത്തെ പാർട്ടാണ്. ഇനിയും US ട്രിപ്പിൻ്റെത് ഒരു 2 പാർട്ടും കൂടെ മിക്കവാറും കാണാൻ സാധ്യതയുള്ളൂ കേട്ടോ. ഇത് ശരിക്കും ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് മേസീസിലൊന്ന് പോകണമായിരുന്നു, കുറച്ച് ഡ്രസ്സ് നോക്കണമായിരുന്നു, കുറച്ച് കോസ്മെറ്റിക്സ് നോക്കണമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഷോപ്പിംഗ് നടത്തിയത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കോച്ചിൻ്റെ ബാഗ് മേടിക്കാൻ പോകണമായിരുന്നു, ആപ്പിളിൻ്റെ ഷോപ്പിലും പോകണമായിരുന്നു. ഈ ഷോപ്പിംഗ് മോൾ നിങ്ങളെ കാണിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ബ്രാൻഡുകൾ ഓരോ സാധനങ്ങളും കിട്ടുന്ന ഷോപ്സാണ് ഇവിടെ മുഴുവനും. നിങ്ങൾ കണ്ടല്ലോ, വെർസാഷെ, റോളെക്സ്, മാർക്ക് ജേക്കബ്സ്, ഡിയോർ, ഷനൈൽ, മാക്, സാറ, വാലന്റീനോ, വിക്ടോറിയ സീക്രറ്റ്സ്, ഗൂച്ചി, ആപ്പിൾ, സരോസ്കി ക്രിസ്റ്റൽ എന്ന് വേണ്ട എല്ലാ എക്സ്പെൻസീവായിട്ടുള്ള ബ്രാൻഡും ഈ ഒരൊറ്റ ഷോപ്പിംഗ് മോളിലുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ 2-3 ഷോപ്പിലേക്ക് കയറിയുള്ളൂ. ഞങ്ങൾ കയറിയത് മേസീസിലും ഷനൈലിലും കോച്ചിൻ്റെ ബാഗ് മേടിക്കാനും ആപ്പിളിൻ്റെ സ്റ്റോറിലും മാക്കിലും മാത്രമാണ് കയറിയത്. അതിനുള്ള സമയമേ ഉള്ളായിരുന്നു. ക്രൂസ് എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമുക്കധികം സമയമില്ലായിരുന്നല്ലോ, ഒരാഴ്ച കഷ്ടിച്ചേ ഉള്ളായിരുന്നു തിരിച്ചു പോരാനായിട്ട്. അപ്പം നമുക്ക് കോച്ചിൻ്റെ ബാഗ് 2-3 എണ്ണം വേണമായിരുന്നു, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. US-കാരുടെ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു മിഡിൽ റേഞ്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ് എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് US ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് മേടിക്കുമ്പോൾ അത് ഒരുമാതിരി നല്ല എക്സ്പെൻസീവ് തന്നെയാണ്. മോള് പറഞ്ഞതനുസരിച്ച് ഞാൻ 3 ബാഗാണ് മേടിച്ചത്, വലുതും ചെറുതും എല്ലാമായിട്ട്. പിന്നെ നേരെ പോയത് ആ മോളിൽ തന്നെയുള്ള ആപ്പിളിൻ്റെ സ്റ്റോറിലാണ്. 13 ഇഞ്ചിൻ്റെ ഒരു iPad പ്രോയും വാങ്ങിച്ചു, ആപ്പിൾ പെൻസിൽ പ്രോയും മേടിച്ച്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPadഉം പെൻസിൽ പ്രോയുമാണ് വാങ്ങിച്ചത് കേട്ടോ. ആ May 15-ന് അത് ഇറങ്ങിയിട്ടേ ഉള്ളായിരുന്നു. അവിടുന്ന് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഒരു ചൈനീസ് ഫുഡ് കഴിക്കാനായിട്ട് കയറി. നല്ല ഒന്നാം തരം ഫ്രൈഡ് റൈസും പ്രോൺസിൻ്റെ ഒരു ഡിഷ്, അസ്പരാഗസ് ഒക്കെ നന്നായിട്ടിട്ട് നല്ല ഒരു പ്രോൺസിൻ്റെ ഡിഷും പിന്നെ കുങ്പാവ് ചിക്കനും, അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ആ മേടിച്ച iPadൻ്റെയും പെൻസിലിൻ്റെയും ആ ബാഗിൻ്റെയും ഒക്കെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ബാക്കിയുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് 13 ഇഞ്ചിൻ്റെ iPad Pro തന്നെ തുറക്കാം, അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ. ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ താല്പര്യമായിരിക്കും ഇതൊക്കെ കാണാനായിട്ട്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് എക്സ്പെൻസീവായിട്ട് ആകെ മേടിച്ചത് ഈ iPadഉം ഈ ആപ്പിളിൻ്റെ പെൻസിലും മാത്രമാണ്. അത് അവൾ ക്യാഷ് തന്നു, ഞാൻ നല്ല മിടുക്കിയായിട്ട് പോയി വാങ്ങിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കി ഞാൻ വാങ്ങിച്ചതെല്ലാം കൊച്ചു കൊച്ചു കിടിപിടി സാധനങ്ങളാണ്, എനിക്ക് കിച്ചണിലേക്ക് വേണ്ടതും. അങ്ങനെ കൊച്ചു കൊച്ചു അടുക്കള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഭ്രാന്താണ്, എത്ര മേടിച്ചാലും മതിയാവില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അങ്ങനെയുള്ള ഒരു കടയിൽ ഞാനൊരു ഷോപ്പിങ്ങിന് പോയി. അതിൻ്റെ പിറ്റേ ദിവസം അതും ഞാൻ നിങ്ങളെ ചെറിയൊരു വീഡിയോ കാണിക്കാമേ. ഇപ്പം ഞാൻ iPad അവൾ പറഞ്ഞതനുസരിച്ചൊക്കെ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോച്ചിൻ്റെ ബാഗ് അൺബോക്സ് ചെയ്യാം. ഇത് വലിയ ബാഗാണ് കേട്ടോ. 3 തരത്തിലുള്ള ബാഗാണ് മേടിച്ചത്. ഇതൊരു ഹാൻഡ് ബാഗും പിന്നെ അതിനകത്ത് വെക്കാൻ കോച്ചിൻ്റെ തന്നെ ചെറിയ ഒരു പേഴ്സും പിന്നെ ഏറ്റവും ചെറിയ ക്രെഡിറ്റ് കാർഡും ഒക്കെ വെക്കാനായിട്ടുള്ള ചെറിയൊരു പേഴ്സും. ഇത് നമ്മളുടെ ഒരു ഇന്ത്യൻ റുപ്പീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി നല്ല വിലയാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം കാണിക്കുന്നത്. പക്ഷേ ഡോളേഴ്സ് കൊടുത്ത് മേടിക്കുമ്പോൾ ഇതങ്ങനെ വലിയൊരു എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേര് ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പകുതി ആൾക്കാരെങ്കിലും. നമുക്ക് ഇങ്ങനത്തെ ബാഗ് ആയാലും iPad ആയാലും ഒക്കെ ഇവിടുന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവാണ്, ഇതിനേക്കാട്ടിലും എക്സ്പെൻസീവാണ്. അപ്പം ഞാൻ അവിടെ പോയ സ്ഥിതിക്ക് അവിടുന്ന് തന്നെ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതായിരുന്നു ലാഭം. അതുകൊണ്ടാണ് ഇതെല്ലാം മേടിച്ചത്. ഇതിപ്പം 3ാമത്തെ ബാഗാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ക്രെഡിറ്റ് കാർഡും ഒക്കെ വെക്കാനുള്ള ഒരു കുഞ്ഞി പേഴ്സ്, നമ്മുടെ മറ്റേ വലിയ പേഴ്സിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരെണ്ണം. ഇതൊക്കെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ എനിക്ക് ഒരു അടുക്കള സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയിലോട്ട് എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ ഹാപ്പിയാണ്. എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ അവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കും. ഇതാണ് നമ്മുടെ പെൻസിൽ പ്രോ കേട്ടോ. ഇത് iPadൽ എഴുതാനും വരയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതിനെപ്പറ്റി ഒന്നും വലിയ പിടിയില്ല. യങ്സ്റ്റേഴ്സൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളേ. ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷോപ്പിങ്ങിന് ഞാൻ പോയേ. നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും എന്ന്. ആ കടയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഹോം സ്റ്റോറെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ ഒരു കടയാണ് കേട്ടോ. അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. ഞാൻ നിങ്ങളെ ഓടിച്ചൊന്ന് കാണിക്കാം. അവിടെ ആ മൂലയിൽ ആ ചെയറിൽ ആരാ ഇരിക്കുന്നതെന്ന് നോക്കിയേ. എന്നെ ഇറക്കി വിട്ടിട്ട് ക്ഷമ കെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരുമാതിരി കന്നിനെ കയം കാണിച്ച പോലെ ആയിപ്പോയി. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലേക്കുള്ള കിടിപിടി സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആകെ പാടെ വട്ടാവും. പിന്നെ നമ്മളുടെ ഒരു പതിവ് ജോലിയാണല്ലോ എല്ലാത്തിൻ്റെയും പ്രൈസ് ടാഗ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ.
ഒരു വീട്ടിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. എല്ലാം കണ്ടിട്ട് വെള്ളമിറക്കി പോരുകയല്ലാതെ ഒരു രക്ഷയില്ല. എനിക്ക് ഒരുപാട് കൊതി തോന്നിയ എന്നാൽ വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എനിക്ക് ഏറ്റവും കൊതിയുള്ളൊരു കാര്യമാണ്, പക്ഷേ ഓരോന്നിനും നല്ല വെയിറ്റാണ്. പെർഫ്യൂംഡ് ക്യാൻഡിൽസ് എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ വീടിനകത്തെ ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മേടിക്കാനാണെങ്കിൽ മേടിക്കാൻ. പക്ഷേ ഒരു പെട്ടിയിൽ 23 കിലോയെ കൊള്ളുള്ളൂ. അങ്ങനെ 2 പെട്ടിയേ പറ്റുള്ളൂ. ആ ക്രോക്കറിയുടെയൊക്കെ കളർ കോമ്പിനേഷൻ എന്ത് രസമായിരിക്കും അല്ലേ. നമ്മുടെ ബെഡ്റൂമിലോ വാഷ്റൂമിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് സൂക്ഷിക്കാനുള്ള ബോക്സസ് ആണ് ഇതെല്ലാമേ. നല്ല ക്യൂട്ടാണ് കേട്ടോ ഈ ബോക്സസ് ഒക്കെ. ഇതെല്ലാം പെറ്റ്സിന് വേണ്ടിയുള്ളതാണ്. പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും അതിന് കളിക്കാനുള്ള ടോയ്സും പിന്നെ കിടക്കാനുള്ള ബെഡുകൾ തന്നെ ഒരു സൈഡ് മുഴുവനുണ്ട്. ഇനി ഇപ്പം കാണിക്കുന്നതാണ് പെറ്റ്സിന് വേണ്ടിയുള്ള കുഷ്യൻസ്. എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ, നല്ല വെൽവെറ്റിൻ്റെയും ഒക്കെ. പിന്നെ അങ്ങനെ ഇരുന്ന് ചേച്ചി കുറേ നേരം അടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് അതിൻ്റെ ഇടയിൽ എന്നെ അവിടെ വിട്ടിട്ട് നല്ല പേസ്ട്രി വാങ്ങിക്കാൻ പോയി. എനിക്ക് മധുരം വലിയ ഇഷ്ടമായതുകൊണ്ട് നല്ല പേസ്ട്രി ആയിരുന്നു കേട്ടോ അത്. തൽക്കാലം ഒരെണ്ണമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അടുത്തത് നമുക്ക് രാത്രിയിലെടുക്കാം. ഇത് രാത്രിയിലെടുത്തപ്പം വീഡിയോ എടുത്തതാണ് കേട്ടോ. കഴിച്ച രണ്ടും നല്ല ഒന്നാം തരം ടേസ്റ്റ് ആയിരുന്നേ. ഇപ്പം അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എനിക്ക് സമാധാനമായി. വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്